നമസ്കാരം. അതിദയനീയമായ ഒരു ഫോട്ടോയാണിത്. 9 വയസ്സുള്ള കുട്ടിയുടെ ശാരീരിക അവസ്ഥ ഇങ്ങനെയാണ് എങ്കിൽ ഗാസയിലെ മറ്റു കുട്ടികളും ഇങ്ങനെ തന്നെയായിരിക്കും. വിളർച്ച ബാധിച്ച് പോഷകാഹാരക്കുറവ് കൊണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്ന ഗാസ നമ്മളെല്ലാം കരളലിയിപ്പിക്കുന്ന രംഗമാണ്. പക്ഷേ രക്തത്തിന്റെ ദൂഷ്യം കൊണ്ട് തൊലിക്കു പുറത്ത് ചൊറിച്ചലുണ്ടായാൽ ഓയിൽമെന്റ് പുരട്ടാം. പക്ഷെ യഥാർത്ഥ ചികിത്സ രക്തത്തെ ചികിത്സിക്കലാണ്. കാര്യത്തിന്റെ പിറകിലെ കാരണത്തെ കണ്ടെത്തി വിശകലനം ചെയ്യുമ്പോഴാണ് ഈ പട്ടിണിയുടെ, ദാരിദ്ര്യത്തിന്റെ, ഈ പറയുന്ന ഒറ്റപ്പെടലിന്റെ കാരണക്കാരായിരുന്നു. ഒരു സംശയവുമില്ല, അത് ഇസ്രായേലല്ല, അത് ഇസ്ലാമിക ഭീകരവാദികളാണ്. ഹമാസ് ആണ് ഇവരെ ഈ പടുകുടിയിലേക്ക് തള്ളിവിട്ടത്. ഇന്ന് നമ്മുടെ നാട് ചർച്ച ചെയ്യുന്ന ഏറ്റവും പുതിയ വിഷയത്തിൽ ഇസ്രായേലിൽ ഉറങ്ങിക്കിടക്കുന്ന 1400 ആളുകളെ കഴുത്തറത്തും വെടിവെച്ചും മാരകമായിട്ട് കൊന്നു 2023 ഒക്ടോബർ മാസം. ഇസ്രായേലിന്റെ തിരിച്ചടി ശക്തമാണ് എന്ന് ഹമാസിനും അറിയാം, എല്ലാ ഇസ്ലാമിക സംഘടനകൾക്കും അറിയാം. പുലിയുടെ മേടയിൽ കയറി പുലി ഉറങ്ങിക്കിടക്കുന്ന പുലിയെ വടിയെടുത്തെറിഞ്ഞിട്ട് അയ്യോ പുലി എന്നെ പിടിക്കുന്നേ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങേയറ്റം സമാധാനത്തോടുകൂടി ഗാസയിലേക്ക് ആവശ്യമായ മുഴുവൻ വെള്ളവും കൊടുത്തുകൊണ്ട് അങ്ങനെ പോവുകയായിരുന്ന ഇസ്രായേലികളെ അങ്ങോട്ട് കയറിയിട്ട് 1400 ആളുകളെ കൊന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ പട്ടിണിയുടെ കാരണം എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ 4 തരം ഇസ്ലാമിനെ കുറിച്ച് ആദ്യം പഠിക്കണം. നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ കേരളത്തിൽ നമുക്ക് ചുറ്റും 4 ടൈപ്പ് മുസ്ലിങ്ങളുണ്ട്. ഒന്നാമത്തെ മുസ്ലിം ആരാണ്? ദേശീയ മുസ്ലിമാണ്. ഈ മണ്ണിന്റെ അമ്മയാണ്, ഞാൻ പിറന്നത് ഇവിടെയാണ്, ജീവിക്കുന്നതും മരിക്കുന്നതും ഈ മണ്ണിലാണ്, എനിക്ക് മക്കയും മദീനയും ഈ മണ്ണ് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് ചിന്തിക്കുന്ന APJ അബ്ദുൽ കലാമിനെ പോലെയുള്ള ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ നമുക്കൊപ്പമുണ്ട്. BJPയിലും RSSലും ഒക്കെ പ്രവർത്തിക്കുന്ന അത്തരം ആളുകളെ നമ്മൾ ദേശീയ മുസ്ലിങ്ങൾ എന്നാണ് പറയുന്നത്. സ്വദേശി മുസ്ലിം മഞ്ച് എന്ന് പറയുന്ന സംഘടന അവർ പറയുന്നു, ആദ്യം ഭാരതം, ആദ്യം സംസ്കാരം, പിന്നീടാവട്ടെ മതം എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ മുസ്ലിം. അത് വളരെ ചെറിയൊരു ശതമാനം, ഒരു 2-3% മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ മുസ്ലിം വിശ്വാസിയായ മുസ്ലിമാണ്, തന്റെ മതവിശ്വാസത്തെ പിന്തുടരുന്ന മുസ്ലിം, ആ വിശ്വാസത്തിനൊപ്പം ജീവിക്കുന്ന മുസ്ലിം. അവർ ഒരിക്കലും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നില്ല, ആ വിശ്വാസത്തിനൊപ്പം അങ്ങനെ ജീവിക്കുന്നു, എല്ലാവരുമായിട്ട് സഹകരിച്ച് ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുന്ന മുസ്ലിങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരു 50% വരും. 50% മുസ്ലിങ്ങൾ അങ്ങനെ ജീവിക്കുന്നവരാണ്. അപ്പൊ ടോട്ടൽ നമ്മളൊരു 55%, ഒന്നാമത്തെ മുസ്ലിം രണ്ടാമത്തെ മുസ്ലിമും കൂട്ടുമ്പോൾ ഒരു 55% കൂട്ടിക്കോളൂ. പിന്നീട് വരുന്ന ഒരു മുസ്ലിം ഉണ്ട്, അവര് ഒരു 35%, 40% അടുത്ത് വരുന്നവരാണ്. അത് മതമൗലികവാദികളായ മുസ്ലിങ്ങളാണ്. അതായത് അവർ അക്രമികളല്ല. എന്റെ മതം മാത്രമാണ് ശരി, നിന്റെ മതമൊക്കെ തെറ്റാണ്. സ്വർണം ധരിക്കുന്ന പുരുഷന് നരകം കിട്ടുമെന്ന് ഖുറാനിൽ പറയുന്നുണ്ട്. വിഗ്രഹാരാധകന് നരകം കിട്ടുമെന്ന് പറയുന്നുണ്ട്. പന്നിയുടെ മാംസം, അതായത് ഹറാമായ ഭക്ഷണം കഴിക്കുന്നവർക്ക് നരകം കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഇതിനെ അന്ധമായി വിശ്വസിക്കുകയും ഹിന്ദുവിന്റെ ആചാരങ്ങളിൽ, വിശ്വാസങ്ങളിൽ സഹകരിക്കാതിരിക്കുകയും റംസാൻ വ്രതത്തിന്റെ ഭാഗമായിട്ട് ഒരു മാസത്തെ ഈ നോമ്പുതുറയിൽ ഹിന്ദുക്കൾ വിളിക്കേണ്ടതില്ല എന്ന് പ്രബോധകന്മാർ പറഞ്ഞാൽ അതനുസരിക്കുകയും ചെയ്യുന്ന മതഭ്രാന്ത് പിടിച്ച എന്നാൽ അക്രമികളല്ലാത്ത മുസ്ലിങ്ങളാണ്. അങ്ങനെ ഈ 3 ടൈപ്പ് മുസ്ലിങ്ങളെല്ലാം കൂടി 90% വരും. ബാക്കിയുള്ളത് 10% അതാണ് ഭീകരവാദികൾ. 2 തരം ഭീകരവാദമാണുള്ളത്. ഒന്ന് പ്രബോധകന്മാരുടെ ഭീകരവാദം, അതാണ് ഏറ്റവും അപകടം. അതായത് ഒരു 30 വർഷം മുമ്പ് ഞങ്ങളുടെ എല്ലാം നാട്ടിൽ ഒരു മൊയ്തു മൊയ്ലാർ എന്നൊക്കെ പറയുന്ന ആളുണ്ടായിരുന്നു. ഒരുപാട് മുസ്ലിയാർ ഉണ്ടായിരുന്നു, ഉസ്താദന്മാരെന്നാണ് ഞങ്ങൾ വിളിക്കുക. ഈ മൊയ്തു മൊയ്ലാർ മദ്രസയിൽ നിന്ന് രാവിലെ വരുമ്പോൾ ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു. എന്തിനാണ്? ഈ കടല മുട്ടായി എല്ലാവർക്കും വാങ്ങിക്കൊടുക്കും. കടല മിഠായിക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ 25 പൈസ 10 പൈസയൊക്കെ അന്ന് കിട്ടുമായിരുന്നു ഈ കടല മിഠായി. അപ്പൊ മൊയ്തു മുസ്ലിയാർ ഇതെല്ലാവർക്കും വാങ്ങി തരുമായിരുന്നു. അദ്ദേഹം കുട്ടികളുടെ മതം നോക്കിയിരുന്നില്ല. കാരണം അന്ന് അദ്ദേഹം ഖുറാൻ അറബിയിൽ പഠിച്ചിരുന്നില്ല, അല്ല ക്ഷമിക്കണം, മലയാളത്തിൽ പഠിച്ചിരുന്നു, അറബിയിൽ മാത്രം പഠിച്ചു, ഇതിന്റെ അർത്ഥം അറിയില്ലായിരുന്നു. പക്ഷെ പുതിയ ഉസ്താദന്മാർ വന്നു, അവർ പറഞ്ഞു കൊടുത്തു, ഓണത്തിന് നിങ്ങൾ അങ്ങോട്ട് പോകരുത്, അങ്ങോട്ട് പോയാൽ റംസാന് അവരെ ഇങ്ങോട്ട് വിളിക്കേണ്ടി വരും. ക്ഷേത്രത്തിന്റെ പിരിവിന് വേണ്ടിയിട്ട് ഹിന്ദുക്കൾ വന്നാൽ അവർക്ക് പൈസ കൊടുക്കരുത്, സൂത്രത്തിൽ അവരെ ഒഴിവാക്കണം എന്ന് പറയുന്നു. സംസാറുൽ ഹഖ് ഹുദ്വി എന്ന് പറയുന്ന ആൾ പറയുകയാണ്, 10 കൊല്ലമായിട്ട് മുസ്ലിങ്ങൾക്കൊപ്പം ഗൾഫിൽ ഒരു റൂമിൽ ഒരു ഹിന്ദു താമസിച്ചിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് അവനെ മതം മാറ്റാത്തത് എന്ന് അയാൾ ചോദിക്കുന്നു. മുജാഹിദ് ബാലുശ്ശേരി പറയുകയാണ്, നിങ്ങൾ നല്ലവരാണ്, വ്യഭിചരിച്ചിട്ടില്ല, നിങ്ങൾ കളവ് പറഞ്ഞിട്ടില്ല, പക്ഷേ നിങ്ങൾ നരകത്തിൽ പോകും. ഗുരുവായൂരപ്പ എന്ന് വിളിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് ദൈവത്തിന് രൂപമുണ്ടാക്കി ആരാധിക്കുന്നവന് നരകം കിട്ടും എന്ന് പറയുന്ന ഈ പ്രബോധക ഭീകരന്മാർ
ഒപ്പം ആയുധം കയ്യിലെടുത്ത് പച്ചക്ക് മനുഷ്യന്റെ കഴുത്തറത്ത് കൊല്ലുന്ന ആളുകൾ, ഇത് 10% ലോകത്തിൽ മുസ്ലിങ്ങളിൽ ഭീകരന്മാർ. എന്നാൽ നിർഭാഗ്യവശാൽ ഈ 10% ആളുകൾക്ക് മതത്തിൽ വലിയ സ്വാധീനമുണ്ട്. ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കണം എന്നിവർ പറഞ്ഞുകൊണ്ട്, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ പ്രവർത്തിക്കുമ്പോൾ ഈ പറയുന്ന മൂന്നാമത്തെ മുസ്ലിങ്ങൾ, അതായത് മതമൗലികവാദികളായ മുസ്ലിങ്ങളുടെ പൂർണ്ണ പിന്തുണ സാമ്പത്തികമായിട്ട് അവർക്ക് ലഭിക്കുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ട് കിട്ടുന്നുണ്ട്, PDP കിട്ടുന്നുണ്ട്, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും മുസ്ലിങ്ങൾ നിസ്സഹായരാണ്. അവരുടെ കയ്യിൽ AK-47 ഉണ്ടാവില്ല, ബോംബ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളെ രക്ഷിക്കുവാൻ കഴിയില്ല. നമ്മൾ ഇന്ന് ഗാസയിൽ കാണുന്ന ഏതാണ്? ഗാസയിൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, പാലസ്തീനിൽ കോടിക്കണക്കിന് ആളുകളുണ്ട്. ഇതിൽ വളരെ ചെറിയൊരു ശതമാനമാണ് ഭീകരന്മാർ. പക്ഷെ ആ ഭീകരന്മാരെ നിലക്ക് നിർത്തുവാൻ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിന് കഴിയാത്തതുകൊണ്ട് ഈ ഭീകരന്മാർ ചെയ്യുന്ന എല്ലാ പാപത്തിന്റെയും ഫലം ആ സമുദായം മൊത്തം അനുഭവിക്കേണ്ടി വരുന്നു. പാൽപ്പായസം സുന്ദരമാണ്, മനോഹരമാണ്. 100 ലിറ്റർ പാൽപ്പായസത്തിലേക്ക് 50 ml മണ്ണെണ്ണ വീണാലോ ആ പാൽപ്പായസം മുഴുവൻ ഉപയോഗശൂന്യമാകും. ഇതുപോലെയാണ് ഇസ്ലാമിക ഭീകരവാദം. ഇസ്ലാമിൽ നല്ല നിയമങ്ങളുണ്ട്, ജീവിതചര്യകളൊക്കെ ഉണ്ടാകും. പക്ഷേ ആ ഇസ്ലാമിനെ മൊത്തം, ഇസ്ലാം പറയുന്നു ഞങ്ങളുടെ ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനം എന്നാണ്. പക്ഷെ ഞങ്ങൾ എവിടെയും ഇസ്ലാമിക രാജ്യത്ത് സമാധാനം കാണുന്നില്ല. ചുമ്മാ വാക്കിന്റെ അർത്ഥം സമാധാനമാണ് എന്നതുകൊണ്ട് അത് സമാധാനമാകുന്നില്ല. അപ്പൊ അവിടെയാണ് ഇന്ന് കാണുന്ന ഈ 9 വയസ്സുകാരന്റെ പട്ടിണിയുടെ കാരണം പരിശോധിച്ചാൽ ഇസ്ലാമിക ഭീകരവാദത്തെ യഥാകാലം നിലക്ക് നിർത്തുവാൻ ഇസ്ലാമിക സമൂഹം തയ്യാറാകാത്തതാണ് ഇവരുടെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം എന്ന് മനസ്സിലാക്കുമ്പോൾ ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഇസ്ലാമിക ഭീകരവാദമാണ് എന്നുകൂടി അറിയുക. നന്ദി, നമസ്കാരം.